Hi students, Namaskaram. Now we are solving a practical problem on computation of professional income. Dr. Sadish is a medical practitioner. He gives you the following summary of cash book for the ending 31st March 2020. Computing is professional income. We are given cash book, that is receipt and payment account. For the computation of professional income, we may be given either receipt and payment account or income and expenditure account. Here we are given receipt and payment account. We know debit side of receipt and payment account is cash receipts and credit side of receipt and payment account is cash payment. Debit side cash receipts and credit side cash payment. It begins with the opening cash balance and ends with the closing cash balance. It is the receipt and payment account. In the case of cash system of accounting, if we are given receipt and payment account, incomes are taxable on receipt basis and expenses are deductible on payment basis. Therefore, there is no outstanding, prepaid, etc. Receipt and payment account ആണ് തരുന്നതെങ്കിൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത് ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലാണ്. ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഇൻകംസ് ടാക്സ് അടയ്ക്കേണ്ടത് റെസിപ്റ്റ് ബേസിസിലാണ്. കിട്ടിക്കഴിഞ്ഞാൽ അതിന് ടാക്സ് അടയ്ക്കണം. ഏത് വർഷത്തെ ആണെന്ന് നോക്കേണ്ട കാര്യമില്ല. എക്സ്പെൻസുകൾ ഡിഡക്ട് ചെയ്യേണ്ടത് പേയ്മെന്റ് ബേസിസിലാണ്. പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് ഡിഡക്ഷൻ കിട്ടും. ഏത് വർഷത്തെ പേയ്മെന്റ് ആണെന്ന് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തരുകയാണെങ്കിൽ അവിടെ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് മുതലായ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുകയില്ല. ഹിയർ വി ആർ ഗിവൺ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇഫ് യു ആർ ഗിവൺ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, പ്രൊഫഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു പ്രൊഫഷണൽ റെസിപ്റ്റ്സ് മൈനസ് പ്രൊഫഷണൽ എക്സ്പെൻസ്. ഇവിടെ ടാക്സബിൾ പ്രൊഫഷണൽ ഇൻകം കണ്ടുപിടിക്കുക പ്രൊഫഷണൽ റെസിപ്റ്റിൽ നിന്നും, ഡെബിറ്റ് സൈഡിലുള്ള പ്രൊഫഷണൽ റെസിപ്റ്റിൽ നിന്നും ക്രെഡിറ്റ് സൈഡിലുള്ള പ്രൊഫഷണൽ എക്സ്പെൻസുകൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ടാക്സബിൾ പ്രൊഫഷണൽ ഇൻകം കിട്ടും. ഓക്കെ, ഹിയർ വി ആർ ഗിവൺ സം മോർ അഡ്ജസ്റ്റ്മെന്റ്സ്. ഫസ്റ്റ് സെലക്ട് പ്രൊഫഷണൽ റെസിപ്റ്റ്സ് ഫ്രം ഡെബിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് മാത്രമാണ് തന്നിരിക്കുന്നത്. Balance border one. It is the opening cash balance, not an income. Consultation fees to a doctor, it is an income. Doctor സംബന്ധിച്ചിടത്തോളം consultation fee income ആണ്. It's a professional receipt. Consultation fee rupees 60,000. Professional receipt താഴെ എഴുതുക consultation fee rupees 60,000. Next is visiting fees. രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി കിട്ടുന്ന പൈസ. ഇറ്റ് ഈസ് പ്രൊഫഷണൽ റെസിപ്റ്റ് ടു എ ഡോക്ടർ. ഓക്കെ, വിസിറ്റിംഗ് ഫീസ് rupees 45,000. ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് ടു എ പ്രൊഫഷണൽ. ഇഫ് എനി ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് ആർ റിസീവ്ഡ്, ഇറ്റ് ഈസ് പ്രൊഫഷണൽ റെസിപ്റ്റ്, ടാക്സബിൾ. പ്രൊഫഷണൽസ് ആയ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് മുതലായവർക്ക് ക്ലയൻസിന്റെ കയ്യിൽ നിന്നോ പേഷ്യൻസിന്റെ കയ്യിൽ നിന്നോ ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് കിട്ടുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് rupees 8,000. ഇറ്റ്സ് എ പ്രൊഫഷണൽ റെസിപ്റ്റ്. ഇൻ ദി അഡ്ജസ്റ്റ്മെന്റ് ഇറ്റ് ഇസ് ഗിവൺ ഔട്ട് ഓഫ് rupees 8,000, rupees 3,000 ഫ്രം റിലേറ്റീവ്സ്. 8,000 rupees ആണ് ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് കിട്ടുന്നത്. അതില് 3,000 rupees റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് 8,000 നിന്നും 3,000 കുറച്ച് ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് ഫ്രം പേഷ്യൻസ് rupees 5,000. 5,000 ആണ് ടാക്സബിൾ. സി, മൊത്തം ഗിഫ്റ്റ് ആൻഡ് പ്രസൻസ് 8,000. ഔട്ട് ഓഫ് ദിസ് 8,000, 3,000 ഫ്രം റിലേറ്റീവ്സ്. Therefore, his professional income rupees 5,000. Gift and presents. 8,000 minus 3,000. Sale of medicine is a professional income to a doctor. Doctor സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ ഇൻകം ആണ് സെയിൽ ഓഫ് മെഡിസിൻ.
Include it. Sale of medicine, rupees 42,000. Dividend from UTI is income from other source, exempted. Life insurance maturity. നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി മെച്ചൂർ ആകുമ്പോൾ കിട്ടുന്ന തുക അത് ഇൻകം അല്ല. ദെൻ ഡിവിഡൻഡ് 6,000 അതും ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. ഈ മൂന്ന് ഐറ്റംസും പ്രൊഫഷണൽ ഇൻകംസിൽ വരുന്നതല്ല. ഡിവിഡൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് എക്സംപ്റ്റഡ്. ലൈഫ് ഇൻഷുറൻസ് മെച്യൂരിറ്റി ഇറ്റ് ഇസ് നോട്ട് എൻ ഇൻകം. ഡിവിഡൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് എക്സംപ്റ്റഡ്. Total the professional receives we get 1,52,000. From this professional receipts we have to deduct professional payments. For professional payments, analyze the credit side of receipt and payment account. Professional payments. For professional payments, see the credit side of receipt and payment account. Rent of clinic is a professional expenditure. It's expenditure of a doctor. Deduct it. Rent of clinic. Okay. Purchase of medicine. It is a professional payment of a doctor. In the adjustment, it is given closing stock of medicine and open stock of medicine. If we are given receipt and payment account, the accounts are maintained under cash system of accounting. Therefore, open stock and closed stock are not to be considered. നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തരുമ്പോൾ ഇവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തരുമ്പോൾ അക്കൗണ്ട്സ് ഉണ്ടാക്കുക ക്യാഷ് സിസ്റ്റത്തിലാണ്. ക്യാഷ് സിസ്റ്റത്തിൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റുകൾ ഓപ്പൺ സ്റ്റോക്ക്, ക്ലോസ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രീപെയ്ഡ് ഇതൊന്നും എടുക്കേണ്ടതില്ല. Therefore, close stock of medicine and open stock of medicine are to be ignored. നമുക്ക് എടുക്കേണ്ടതില്ല. Therefore, let's purchase medicine. I shall repeat. Purchase medicine rupees 38,000 in the credit side of receipt and payment account. In the adjustment, we are given close stock and open stock. As it is receipt and payment account, open stock and close stock are not to be considered. Therefore, deduct only purchase medicine rupees 38,000. Next, staff salaries. It is a professional payment to a doctor. Deduct it. Staff salaries rupees 24,000. Surgical equipment is a capital expenditure. Surgical equipment capital expenditure ആണ്. As per income tax rules, 15% depreciation is allowed. By heart ചെയ്യണം. സർജിക്കൽ എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ റേറ്റ് 15%. ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. 40,000ന്റെ 15% നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടും. 40,000 into 15%, 6,000. Deduct depreciation on surgical equipment, 6,000. Motor car expense is a professional payment. But in the adjustment, it is given 50% of motor car is in connection with the profession. Motor car usage inde പകുതി മാത്രമേ പ്രൊഫഷണൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് മോട്ടോർ കാർ എക്സ്പെൻസിന് പകുതി 8,000 into 50%. Therefore, half of rupees 8,000, rupees 4,000 is to be deducted from professional receipt. Motor car expenses rupees 4,000. Purchase of motor car rupees 1,40,000. Purchase of motor car is capital expenditure, not revenue expenditure. In the case of motor car, we have to deduct depreciation. The rate of depreciation on motor car is 15%. 15%. In the adjustment, it is given 50% of the motor car expenses incurred in connection with the profession. Car was purchased in December 2019. As per section 32, if an asset was purchased during the previous year and used in the business for less than 180 days, only half depreciation is allowed. If an asset acquired during the previous year and used in the business for less than 180 days, previous year ഒരു അസറ്റ് വാങ്ങി 180 ദിവസത്തേക്കാൾ കുറവ് ഉപയോഗിക്കുകയാണെങ്കിൽ
എന്ന് പറഞ്ഞാൽ 3 ഒക്ടോബർ 2019 ശേഷം അസറ്റ് വാങ്ങുകയാണെങ്കിൽ, പ്രീവിയസ് ഇയറിലെ 3 ഒക്ടോബറിന് ശേഷം അസറ്റ് വാങ്ങുകയാണെങ്കിൽ only 50% depreciation is allowed. According to section 32, if an asset was acquired during the previous year and used in the business for less than 180 days, only half of the depreciation is allowed. Okay, here the asset is purchased on December 2019 after 3rd October 2019. Therefore, only half depreciation is allowed. ഇവിടെ ഡിസംബർ 2019 അസറ്റ് വാങ്ങിച്ചിരിക്കുന്നത്, 3rd ഒക്ടോബറിന് ശേഷമാണ്, 180 ദിവസം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് പകുതി ഡിപ്രീസിയേഷൻ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. 1,40,000 കോസ്റ്റ് ഓഫ് ദി കാർ ഇൻറ്റു 15% റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻറ്റു 1/2. 50% of the car is used for professional purpose. That is why into 1/2. പകുതി മാത്രമേ പ്രൊഫഷണൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് into 1/2. Again into 1/2 because car was purchased during the previous year and used in the business for less than 180 days. First 1/2, 50% of the car is used for profession. Second 1/2, car is used in the business for less than 180 days. Is equal to depreciation for the previous year is 5,250. Depreciation on car 5,250. Then household expenses. Set drawings, not professional expenditure. വീട്ടു ചെലവ്, അത് professional expenditure അല്ല. Closing balance. It is the closing balance of cash, not an income. Therefore, no other incomes in the credit side. Deduct. We get professional income 56,750. It is the taxable professional income. Professional receipts, consultation fee, visiting fees, gift and presents, sale of medicine. Total 1,52,000. Less professional expenses, rent of clinic, purchase of medicine, staff salaries, surgical equipment depreciation, motor car expenses, depreciation on car. We get professional income for the previous year 2019-20 56,750. So thank you.